ഹായ് ഫ്രണ്ട്സ്, സാപ്പിയുടെ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അവിടെ വന്നിരിക്കുന്നത് ഒരു മിനി സീരീസ്, ഒരു മലയാളം ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു മിനി സീരീസ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. സീരീസ് എന്ന് പറയാൻ പറ്റില്ല, കാരണം എന്താ വെച്ചാൽ ഷോർട്ട് മൂവി എന്ന് പറയാൻ പറ്റില്ല. ഏകദേശം 1 മണിക്കൂറും 3 മിനിറ്റാണ് സിനിമയുടെ മൊത്തം ഈ ഒരു സീരീസിൻ്റെ ടോട്ടൽ ദൈർഘ്യം വരുന്നത്. 4 എപ്പിസോഡുകളാണുള്ളത്. അടയാളം എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത്. യൂട്യൂബിലാണ് ഈ ഒരു സീരീസ് അവൈലബിൾ ആയിട്ടുള്ളത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത കിഡിലൻ പ്രൊഡക്ഷൻ ക്വാളിറ്റിയിൽ ചെയ്തിട്ടുള്ളൊരു സീരീസാണ്. ഈ ഒരു 4 എപ്പിസോഡുകളിൽ 19, 13, 15, 18 മിനിറ്റുകൾ അടങ്ങുന്ന 4 എപ്പിസോഡുകളാണ്. മൊത്തം 1 മണിക്കൂർ 3 മിനിറ്റാണ് ഈ ഒരു സീരീസിൻ്റെ ദൈർഘ്യം വരുന്നത്, ടോട്ടൽ ദൈർഘ്യം വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഷോർട്ട് മൂവി കാണുന്ന ലാഘവത്തിൽ കാണാവുന്ന ഒരു സീരീസാണ്. അടയാളം എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത്. സ്നാപ് സീരീസ് ഒറിജിനൽസ് ആണ് യൂട്യൂബ് ചാനലാണ് ഈ ഒരു സീരീസ് അവൈലബിൾ ആയിട്ടുള്ളത്. 1, 2, 3, 4 എപ്പിസോഡുകളാണുള്ളത്. ഇപ്പോൾ ഒരു ക്രൈം നടക്കുന്ന ഒരു പെൺകുട്ടിയെ കാണാതാവുന്നതും അത് പോലീസ് സ്റ്റേഷനിൽ എത്തുന്നതും പോലീസ് സ്റ്റേഷനിലേക്ക് വന്ന് ഒരു കംപ്ലയിൻറ്റ് കൊടുക്കുന്നതും അതിനെ അന്വേഷിച്ച് പോകുന്നതും അതൊക്കെയാണ് ഈ ഒരു സീരീസിൽ പറഞ്ഞു പോകുന്നത്. ഈ സീരീസിലെ പ്രത്യേകത, എനിക്കൊരു ഫസ്റ്റ് തന്നെ ഈ സീരീസ് തുടങ്ങിയ സമയത്ത് എനിക്ക് ഈ ഒരു സീരീസിന് ഒരു പ്രത്യേകത തോന്നിയെന്ന് വെച്ചാൽ, ആദ്യത്തെ ഒരു 7-8 മിനിറ്റ് ഒറ്റ ഷോട്ടിലാണ് അവർ ചെയ്തിട്ടുള്ളത്. അത് നല്ലൊരു അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. അത് മോശമാക്കാത്ത രീതിയിൽ നല്ല രീതിയിൽ അവർ ചെയ്തിട്ടുണ്ട്. ആ ഒരു ക്യാമറ സ്റ്റാർട്ട് ചെയ്തിട്ട് ആ ഒരു 7-8 മിനിറ്റിൻ്റെ അടുത്ത് ആ പോലീസ് സ്റ്റേഷൻ പരിസരവും പോലീസ് സ്റ്റേഷനുള്ളിൽ ഇവരുടെ രാവിലെ തന്നെയുള്ള സംഭവങ്ങളും കാര്യങ്ങളും ഒക്കെ ആ ഒരു സംഭവങ്ങളൊക്കെ കാണിച്ചു പോകുന്നത് വളരെ നല്ല രീതിയിൽ തന്നെ ആ ഒരു ഒറ്റ ഷോട്ടിൽ അവർ ചെയ്തു വെച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പിന്നെ അവരുടെ ഒരു എന്താ പറയുക പ്രൊഡക്ഷൻ ക്വാളിറ്റി മാത്രമല്ല, ടെക്നിക്കൽ സൈഡ് എങ്ങനെയാണെന്നുള്ളത്. മ്യൂസിയം ഒക്കെ നന്നായിരുന്നു, ക്യാമറ കാഴ്ചകൾ നന്നായിരുന്നു, മേക്കിംഗ് കൊള്ളാമായിരുന്നു, എല്ലാം കൊള്ളാമായിരുന്നു. എനിക്ക് ഈ ഒരു സീരീസിൻ്റെ ഒരു മോശം ആയി തോന്നിയ ഒരു സംഭവം എന്ന് വെച്ചാൽ, ആദ്യത്തെ 2 എപ്പിസോഡുകൾ വളരെ ത്രില്ലിങ്ങോട് കൂടിയാണ് ആദ്യത്തെ 2 എപ്പിസോഡുകൾ പോയിട്ടുള്ളത്. പക്ഷേ 3ാമത്തെ എപ്പിസോഡിലേക്ക് എത്തുന്ന സമയത്ത് ആ ഒരു ഹൈ മൊമെൻറ്റ് ഒന്ന് ഡൗൺ ആയി പോയാൽ തോന്നി. പിന്നെ ഫൈനൽ എപ്പിസോഡിലേക്ക് വന്ന സമയത്ത്, ക്ലൈമാക്സിലേക്ക് എത്തിയ സമയത്ത് അത് എന്താ പറയുക, നമ്മൾ സാറ്റിസ്ഫാക്ഷൻ ചെയ്യാത്ത രീതിയിൽ വല്ലാതെ ഡൗൺ ആയി പോയതുപോലെ തോന്നി. എന്നാലും ഈ ഒരു പിന്നെ ഇതിലെ അണിയറ പ്രവർത്തകരുടെ കയ്യിൽ മരുന്നുണ്ട്. അടുത്തൊരു പ്രൊജക്റ്റ് വരുന്ന സമയത്ത് അത് എല്ലാ പോരായ്മകളും അവർ മാറ്റിയെടുത്തിട്ട് ഒരു കിഡിലൻ പ്രൊജക്റ്റ് ആയിട്ട് വരട്ടെ എന്ന് ആണ് എനിക്ക് പറയാനുള്ളത്. കാരണം എന്താ വെച്ചാൽ, ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എന്തൊരു അടിപൊളിയായിരിക്കും പിന്നെ എന്നുള്ള രീതിയിലാണ് കണ്ടത്. ആദ്യത്തെ എപ്പിസോഡ് കിഡിലായിരുന്നു, 2ാമത്തെ എപ്പിസോഡും ഭയങ്കര ത്രില്ലിംഗ് ആയിരുന്നു. പക്ഷേ 3ാമത്തെ എപ്പിസോഡിലേക്ക് വന്ന സമയത്ത് അത് ഡൗൺ ആയിപ്പോയി. 4ാമത്തെ എപ്പിസോഡിലേക്ക് വന്ന സമയത്ത് അതിലും ഡൗൺ ആയിപ്പോയി എന്നുള്ളതാണ്. സ്ക്രിപ്റ്റ് ഒന്നുകൂടി ഒന്ന് ശ്രദ്ധിക്കാമായിരുന്നു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ബാക്കിയെല്ലാം അഭിനയിച്ചവരും പെർഫോമൻസ് കാര്യങ്ങളൊക്കെ, ബാക്കിയുള്ള ടെക്നിക്കൽ സൈഡും ക്യാമറ വർക്ക് ആയിക്കോട്ടെ, എഡിറ്റിംഗ് ആയിക്കോട്ടെ, പിന്നെ ബാക്കി എല്ലാ സംഭവങ്ങളും, പെർഫോമൻസ് ആയിക്കോട്ടെ, എല്ലാവരുടെയും പെർഫോമൻസും കാര്യങ്ങളും ഒക്കെ വളരെ മികച്ച രീതിയിൽ തന്നെ അവർ ചെയ്തിട്ടുണ്ട്. എന്തായാലും തുടക്കക്കാരുടെ ഒരു പരിഭ്രമവും ഇല്ലാതെ അവർ ചെയ്തിട്ടുണ്ട്. തുടക്കക്കാരായിരിക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ശരത് ആർ ശിവയാണ് പിന്നെ ഈ ഒരു സീരീസ് ഡയറക്റ്റ് ചെയ്ത സംവിധായകനും എഴുതിയിട്ടുള്ളതും ശരത് ആർ ശിവയാണ്. സ്റ്റോറി ബിനു ബാസുരനാണ് സ്റ്റോറി വന്നിട്ടുള്ളത്. അപ്പോൾ ഒന്നുകൂടി ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അടുത്ത പ്രൊജക്റ്റിലേക്ക് വരുന്ന സമയത്ത് ഒരു മികച്ച ഒരു സീരീസോ അല്ലെങ്കിൽ സിനിമയോ ഒക്കെ നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കട്ടെ എന്ന് ആണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഓക്കെ, അപ്പോൾ എല്ലാവരും കണ്ടു നോക്കുക. പിന്നെ ഇതിലാണ് അടയാളം എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത്. സ്നാപ് സീരീസ് ഒറിജിനൽസ് ആണ് പിന്നെ യൂട്യൂബ് ചാനലിലാണ് ഈ സീരീസ് അവൈലബിൾ ആയിട്ടുള്ളത്. അടയാളം എന്ന് പറഞ്ഞാൽ അടയാളം സീരീസ്, വെബ് സീരീസ് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് യൂട്യൂബിൽ തന്നെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ്. കണ്ടു നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, വിലയേറിയ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് ആ ഒരു സീരീസ് കണ്ടിട്ട് ആ ഒരു സീരീസിൻ്റെ കമൻറ്റ് ബോക്സിൽ തന്നെ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. എൻ്റെ കമൻറ്റ് ബോക്സിലും നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ പറയാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.